ശ്രീജിത്ത് പണിക്കർ, നമസ്കാരം. നമസ്കാരം. നമ്മുടെ മണിയാശാൻ വീണ്ടും തൻ്റെ ആ പഴയ ബെല്ലടി തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ഇക്കുറി പറഞ്ഞത് അടിച്ചാൽ തിരിച്ചടിക്കും എന്നാണ്. മുമ്പ് 1, 2, 3 എന്ന് പറഞ്ഞ് അടിച്ചു കൊന്നു, വെടിവെച്ചു കൊന്നു, ചവിട്ടിക്കൊന്നു, മഴ കൊണ്ട് വെട്ടിക്കൊന്നു എന്നൊക്കെയായിരുന്നു പണ്ട് പറഞ്ഞത്. അതിൻ്റെ പേരിൽ പാർട്ടിയും ആശാനും പിടിച്ച പുലിവാല് ചെറുതല്ല. എന്തായാലും ഇപ്പോൾ അദ്ദേഹം പുതിയൊരു പ്രസ്താവനയായിട്ട് ഒരു പ്രസംഗവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അടിച്ചാൽ തിരിച്ചടിക്കും, തിരിച്ചടിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതൊരർത്ഥത്തിൽ സത്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നത് അടിയും തിരിച്ചടിയും നടത്തിയിട്ടാണ്. എന്നാലും ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടി നേരിട്ട് പാർട്ടി ജനങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ വെറുപ്പ് സമ്പാദിച്ചിരിക്കുന്ന ഈ കാലയളവിൽ ഈ മണിയാശാൻ്റെ ഈ പ്രസ്താവന എങ്ങനെ പാർട്ടിയെയും മുന്നണിയെയും CPM-നെയും മുന്നണിയെയും ബാധിക്കും? ഇതുകൊണ്ട് എന്ത് ദോഷമാണ് അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് അവർക്കുണ്ടാകാൻ പോകുന്നത്? ഒന്ന് വിലയിരുത്താമോ ഈ വിഷയം? എം മണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നാക്കിനില്ലില്ല എന്ന ഒരു വിമർശനം അദ്ദേഹം എന്ന് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അദ്ദേഹം പൊതുരംഗത്തേക്ക് വന്നിട്ടുണ്ടോ അന്ന് മുതൽ അദ്ദേഹത്തിനോടൊപ്പമുള്ളതാണ്. അപ്പോൾ സാധാരണ ഏതെങ്കിലും ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാക്കുപിഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നാക്കുപിഴയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടും പിന്നീട് അത് വരുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പല നേതാക്കന്മാരും വിമർശനത്തിന് വിധേയരായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ അടുത്തിടെ കെ സുധാകരൻ, VD സതീശൻ ഇവരൊക്കെ തമ്മിലുള്ള യോഗങ്ങളിൽ ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്ന കാര്യത്തിനെ പറ്റി നമ്മൾ കണ്ടതാണ്. പിന്നീട് എങ്ങനെയാണ് അതിനെയൊക്കെ ടോൺ ഡൗൺ ചെയ്തതിന് ശേഷം വലിയ സൗഹൃദമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു അബദ്ധ പ്രസ്താവന വന്നു കഴിയുമ്പോൾ ആ പ്രസ്താവന അബദ്ധമായിരുന്നുവെന്നും നാക്കുപിഴയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി, ബേസിക്കലി തടി തപ്പുന്നതിന് വേണ്ടി രാഷ്ട്രീയക്കാരെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. അത് രാഷ്ട്രീയക്കാർക്ക് പൊതുവേ നമ്മൾ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു മെയ്വഴക്കം കൂടിയാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ പറഞ്ഞിരിക്കുന്നതിനെ പിന്നെ പിൻവലിച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഏറ്റവും അടുത്ത എക്സാമ്പിൾ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടിയാണ്. കലോത്സവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന പിന്നീട് എങ്ങനെയാണ് അദ്ദേഹം അത് ബാക്ക് ട്രാക്ക് ചെയ്തത് എന്നുള്ളതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പറയാനുള്ളത് പറയുകയും ചെയ്തു, ഏതാണ്ട് 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് പിൻവലിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഒരു മാർഗം തേടുക എന്നുള്ളതാണ് എല്ലാവരും പൊതുവെ ചെയ്യുക. CPM-ന്റെ നേതാക്കന്മാരും വ്യത്യസ്തരല്ല. പക്ഷേ ശ്രീ M മണി വ്യത്യസ്തനാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന ഏതാണ്ട് എല്ലാ പ്രസ്താവനകളിലും അദ്ദേഹം അങ്ങനെ തന്നെ അടിയുറച്ച് നിൽക്കുകയാണ്. അതിൽ ചില പ്രസ്താവനകളൊക്കെ തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് തിരുത്താനായിട്ടോ മറ്റ് രീതികളിലേക്ക് വ്യാഖ്യാനിക്കാനോ ഒക്കെ തന്നെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലും അദ്ദേഹം എന്ത് തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഉപയോഗിക്കുന്നത്, ആ ആറ്റിറ്റ്യൂഡ് ഉപേക്ഷിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും കടുത്ത സ്ത്രീവിരുദ്ധത പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പൊമ്പിളൈ ഒരുമൈ എന്ന് പറയുന്ന ആ ഒരു സംഘത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ രാഷ്ട്രീയ പ്രതിയോഗികളോട് മാത്രമല്ല, ഇപ്പോൾ KK രമയെക്കുറിച്ച് അത് അവരുടെ വിധിയാണ് എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ അസംബ്ലിക്കുള്ളിൽ തന്നെ പറഞ്ഞതിന് ശേഷം പിന്നീട് അത് തിരുത്തേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ തന്നെ അതൊരു പക്ഷേ സഭയ്ക്കുള്ളിലായതുകൊണ്ട് മാത്രം തിരുത്തപ്പെട്ടതായിരിക്കാം. ആ രീതിയിലത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എതിരാളികളോട് പറയുന്നത് പോലെ തന്നെ പാർട്ടിയുടെ ഉള്ളിലുള്ള ആൾക്കാരോടും പറയുന്നുണ്ട്. ഇപ്പോൾ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് CPI നേതാവ് ആനി രാജയെ പറ്റി പറഞ്ഞതാണ്. അവർ ഡൽഹിയിലല്ലേ ഉണ്ടാക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ രീതിയിലത്തേക്കുള്ള ഭാഷ അദ്ദേഹം പറയുക, അത് തന്നെ നിരന്തരം ആവർത്തിക്കുക. സ്ത്രീവിരുദ്ധത അതിലുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ട് എങ്കിൽ അദ്ദേഹം ഈ പൊമ്പിളൈ ഒരുമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തെങ്കിലും അത് നിർത്തണം. അതല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നിർത്തണം. പക്ഷേ ഇതൊന്നും നിർത്താതെ തന്നെ KK രമയ്ക്കെതിരെ അല്ലെങ്കിൽ ആനി രാജയ്ക്കെതിരെയൊക്കെ തന്നെ നിരന്തരം പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിലുണ്ടാകുന്ന പ്രശ്നം ഏതെങ്കിലും ഒരു വ്യക്തിയെ ആക്രമിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു പ്രിൻസിപ്പിൾ ആൾക്കാർക്ക് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ പാർട്ടി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടി കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കണം എന്ന്. ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞതുപോലെ അടിയും തിരിച്ചടിയും കൊണ്ട് തന്നെയാണ് ഈ പാർട്ടി നിലനിൽക്കുന്നത് എന്ന ഒരു ഇംപ്രഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പാർട്ടി നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പല നേതാക്കന്മാരും പറയുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ AK ബാലൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. നിങ്ങൾ വന്ന് ഒന്നായിട്ട് വോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഈനാമ്പീച്ചിയും മരപ്പട്ടിയും ഒക്കെ ആയി പോകും നമ്മളുടെ ചിഹ്നം എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞ അത്തരം പ്രസ്താവനകൾ ട്രോൾ ചെയ്യപ്പെടുമെങ്കിലും ദോഷമൊന്നുമില്ല, അല്ലേ? ആർക്കും ദോഷമൊന്നുമില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായിട്ടുള്ള ഒരു കലാപാഹ്വാനം പോലെയാണ്. അടിച്ചാൽ തിരിച്ചടിക്കുക എന്ന് പറയുന്നതിനകത്തൊരു സാമാന്യ നീതിയുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് പറയാമെങ്കിലും
നമ്മുടെ നാട്ടിലെ നിയമം അത് അനുവദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. തല്ലിയാൽ നിങ്ങൾക്ക് അങ്ങ് തിരിച്ചു തല്ലാം എന്നൊന്നും നിയമം പറയുന്നില്ല. സെൽഫ് ഡിഫൻസ് ആകാം എന്ന രീതി പറയുന്നുണ്ട്. അതെ, പക്ഷേ സെൽഫ് പ്രതിരോധം. ഡിഫൻസ് എന്ന് പറയുന്നത് നമ്മൾ ഏകപക്ഷീയമായി ആക്രമിക്കപ്പെടുമ്പോഴല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് കണക്ക് തീർക്കാൻ പോകുന്ന സമയത്ത് തല്ലുകയും തിരിച്ചു തല്ലുകയും ഒക്കെ ചെയ്യാമെന്നൊന്നും തന്നെ ഒരു നിയമവും പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരിക്കലും ഒരു പുരോഗമന ജനാധിപത്യ മതേതര സമൂഹത്തിൽ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിനെ തിരുത്താൻ ആരുമില്ല. നമ്മൾ ഈ പൂച്ചയ്ക്ക് ആരും മണികെട്ടും എന്ന് പറയുന്നത് പോലെ മണികെട്ടാനായിട്ട് ആരുമില്ല എന്നുള്ളൊരു കാതലായ പ്രശ്നമുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. മണിയാശാൻ്റെ കാര്യത്തിൽ അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ ശരിയാണ്. ഈ അദ്ദേഹം ഇങ്ങനെ വളരെ എന്താ പറയണ്ട, ചിലപ്പോൾ നമുക്ക് വളരെ അരോചകമായിട്ട് തോന്നും. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്, പാർട്ടി ഇതിന് കൊടുക്കുന്ന ഒരു ന്യായീകരണം. പൊതുവെ അറിയാമല്ലോ, എന്ത് സംഭവം ഉണ്ടായാലും ആടിനെ പട്ടിയാക്കാൻ CPM വളരെ മിടുക്കരാണ്, കമ്മ്യൂണിസ്റ്റുകാർ പൊതുവേ മിടുക്കരാണ്. അതിൽ CPMന് സവിശേഷമായൊരു കഴിവുണ്ട്. മണിയാശാൻ്റെ കാര്യത്തിൽ അവർ പറയുന്നത്, MM മണി ഒരു നാട്ടിൻ പുറത്തുകാരൻ, ഒരു ഗ്രാമീണൻ, അദ്ദേഹം ഗ്രാമീണ ഭാഷയാണ് സംസാരിക്കുന്നത്. എന്ത് ചെയ്യാം? ഇതൊക്കെ നിങ്ങളിങ്ങനെ ഈ പത്രക്കാരും ചാനലുകാരും ഇതൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ഇതാണ് പാർട്ടിക്കാർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ CPMൻ്റെ ഔദ്യോഗിക ഭാഷ്യം തന്നെ അങ്ങനെയാണ്. എന്താണ് ഈ പാർട്ടി ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ, അതോ പാർട്ടിക്ക് ഇദ്ദേഹത്തെ മൂക്കുകയറിടാൻ സാധിക്കാത്തതാണോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അല്ല, പാർട്ടിയോട് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 തെറ്റുകളാണ്. ഈ മണിയാശാൻ്റെ ഭാഷ ഇങ്ങനെയാണ്, അത് ഗ്രാമ്യ ഭാഷയാണ്, നാടൻ പ്രയോഗമാണ്, വാമൊഴി വഴക്കമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളുണ്ട്. ഒന്ന്, ന്യായീകരിക്കുകയാണ്. അതായത് ന്യായീകരിക്കാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയാണ് എന്നതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. രണ്ടാമത്തേത്, തിരുത്താനായിട്ടുള്ള ശ്രമമില്ല. സാധാരണ മറ്റ് നേതാക്കന്മാരുടെ അടുത്താണെങ്കിൽ ഇത് തിരുത്താനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകും. ഇവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് തിരുത്താനായിട്ടുള്ള ഒരു ശ്രമമില്ല. മൂന്നാമത്തേത്, ഞാൻ കരുതുന്നത് ഈ ആദ്യത്തെ 2 കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഈ ഗ്രാമ്യ ഭാഷ എന്ന് പറയുമ്പോൾ നാട്ടിൻപുറത്തുകാരെല്ലാം ഇങ്ങനെ സംസാരിക്കുന്നവരാണെന്നല്ലേ അതിൻ്റെ അർത്ഥം. അല്ലാതെ മണിയാശാന് മാത്രമായിട്ട് ഒരു ഗ്രാമ്യ ഭാഷയില്ല. ഗ്രാമ്യ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ ഭാഷയാണ്. അപ്പോൾ മണിയാശാൻ എവിടെയാണ്, ഇപ്പോൾ ശാന്തമ്പാറയിലാണെങ്കിൽ അല്ലെങ്കിൽ ഇടുക്കിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് അദ്ദേഹമെങ്കിൽ അവിടെയുള്ള ഗ്രാമ്യ ഭാഷ, അവിടുത്തെ സാധാരണക്കാരുടെ ഭാഷ ഇതാണ് എന്ന് പറഞ്ഞാൽ അവരെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? അവിടെയുള്ള ആൾക്കാർ മുഴുവനും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ രീതിയിലത്തേക്ക് സംസാരിക്കുന്ന ആൾക്കാരാണ്, തീരെ സംസ്കാരമില്ലാത്ത ആൾക്കാരാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ അതിനോടൊപ്പം തന്നെ കൊടുക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇത് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. സജി ചെറിയാൻ ഭരണഘടന പിന്നെ കുന്തവും കൊടച്ചക്രവും ഒക്കെയാണ് മതേതരം ജനാധിപത്യം എന്നതിൻ്റെ കൂടെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അന്ന് മറ്റൊരു പദപ്രയോഗം ഉണ്ടായിരുന്നു, ഓണാട്ടുകര ഭാഷയാണ്. എത്ര മര്യാദകേടാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ ആ പ്രദേശത്തു നിന്ന് വരുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഈ ഓണാട്ടുകര ഭാഷ ഇതല്ല എന്നും അവിടെയുള്ള ആൾക്കാരും സംസ്കാരമുള്ള ആൾക്കാരാണ് എന്നും അവർക്ക് ശരിതെറ്റുകൾ അറിയാമെന്നും എങ്ങനെ പറയണം എങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള ഔചിത്യബോധം നന്നായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഈ ഒരു ആൾക്കാരെ മൊത്തത്തിൽ അത് അവരുടെ മൊത്തത്തിലുള്ള ഒരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ ഒരു ന്യൂനതയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഒളിച്ചുകടത്തലാണ് നടത്തുന്നത്. അത് അങ്ങേയറ്റം നിന്ദ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കേവലം തെറ്റെന്നല്ല. ഇപ്പോൾ ആദ്യത്തേത് 2 ഞാൻ പറഞ്ഞിരിക്കുന്നത് തിരുത്തുന്നില്ല എന്നോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുന്നു എന്ന് പറയുന്നതോ തെറ്റാണെങ്കിൽ ഇത് നിന്ദ്യമാണ്. കാരണം ന്യായീകരിക്കുമ്പോഴും തിരുത്താതിരിക്കുമ്പോഴും അവർക്ക് മണിയാശാൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇത് ആ നാട്ടിലുള്ള ആൾക്കാർ മുഴുവനും ഇങ്ങനെയാണ്. ഞാൻ വളരെ ഓണസ്റ്റായിട്ട് ചോദിക്കട്ടെ, മറ്റെത്ര ഇടുക്കിയിൽ നിന്ന് വന്നിരിക്കുന്ന നിരവധി ആൾക്കാർ വേറെ ഉണ്ടല്ലോ, സാമാജികരായിട്ടുള്ള ആൾക്കാരെ തന്നെ മാത്രം എടുത്തു കഴിഞ്ഞാൽ എത്ര പേര് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്? നമ്മൾ പറയുന്നത് എന്താണ്, മണിയാശാൻ വന്നിരിക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാരെല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നവരാണെന്നാണ്. എത്ര നികൃഷ്ടമായിട്ടുള്ള ഒരു തുലനം ചെയ്യലാണെന്ന് ആലോചിച്ചു. അത് വളരെ കഷ്ടമാണ്. ഇപ്പോൾ ഇടുക്കിയിലെ MLA ആയിരുന്നു ES ബിജിമോൾ നിയമസഭയിലൊക്കെ വളരെ രൂക്ഷമായിട്ട് സംസാരിക്കുന്ന ആളാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് നിയമസഭാ റിപ്പോർട്ടിങ്ങിന് പോകുമ്പോൾ. പക്ഷേ ആ ബിജിമോളിൻ്റെ പ്രസംഗങ്ങളിൽ പോലും അല്ലെങ്കിൽ ആ വാക്കുകളിൽ പോലും മര്യാദയുണ്ട്. അവർ അനാവശ്യം പറയില്ല. അവർ രാഷ്ട്രീയമായിട്ട് വിമർശിക്കും, വളരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കും, ഒക്കെ ചെയ്യും. കമ്മ്യൂണിസ്റ്റുകാരിയാണ്, CPI ആണ്. പക്ഷെ അവർ അങ്ങനെ മോശമായ ഇത്തരം പ്രയോഗങ്ങൾ, വാടാ അടിക്കാം, തിരിച്ചടിക്കും, അടിച്ചാൽ തിരിച്ചടിക്കും, അമ്മട്ടിലൊന്നും സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇതൊരു പ്രത്യേകതയാണ്. അല്ല, ഇത് ശരി, അങ്ങേക്ക് തുടരാം. എന്താണ് പറഞ്ഞു വന്നത്? തുടരാം. അല്ല, ഇത് ഈ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം വളരെ സീനിയർ ആയിട്ടുള്ള അവിടുത്തെ ഒരു നേതാവാണ്, ജനപ്രതിനിധിയായിരുന്ന ആളാണ് ബിജിമോൾ. അങ്ങനെയുള്ള ആൾക്കാർ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും ആ മാന്യത വിടാതെ സംസാരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, ഇതര പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരല്ലേ. ഇപ്പോൾ അവിടെ ലോക്സഭയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും മറ്റെത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടല്ലേ.
അങ്ങനെയുള്ള അതെ. ആൾക്കാർ ആരും ഇത് സംസാരിക്കുന്നില്ല. പിന്നെ അവിടെയുള്ള പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിലുള്ള ആൾക്കാർ ഇത് സംസാരിക്കുന്നില്ല. ഇദ്ദേഹം മാത്രമാണ് സംസാരിക്കുക. തന്നെയുമല്ല, ഇതിലുള്ള മറ്റൊരു അപകടം എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്നത് നോക്കൂ. അദ്ദേഹം കേവലം ഇങ്ങനെ അടിച്ചാൽ തിരിച്ചടിക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ നമ്മൾ തിരിച്ചടിക്കണമെന്നാണ് പറയുക. അതെ. അതായത് നമ്മളെ അടിച്ചാൽ നമ്മൾ പ്രതിഷേധിക്കുന്നത് തിരിച്ചടിക്കുന്നത് വഴിയാണ്. അപ്പോൾ ആ തിരിച്ചടിക്കുന്ന സമയത്ത് ആ തിരിച്ചടിച്ചത് നന്നായി എന്ന ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ ഈ തല്ല് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് തമാശയല്ല എന്ന് പറയുന്നുണ്ട്. അതെ. അപ്പോൾ ഇത് തല്ല് എന്ന് പറയുന്നതാണ് ശരി എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. പ്രസംഗം കൊണ്ട് ഇവിടെ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, നമ്മൾ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം പ്രസംഗം പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെ പാർട്ടിയുടെ ആശയങ്ങൾ, ഐഡിയോളജി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷേ അത് വേണ്ട, നമുക്ക് തല്ലി ഇത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു നേതാവ് പറയുകയാണെങ്കിൽ അദ്ദേഹമൊക്കെയാണ് കേരളത്തിലെ ജനപ്രതിനിധിയായിട്ട് മന്ത്രിയായിട്ട് ഒക്കെ ഇരുന്നത് എന്നൊക്കെ ഉള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. അത് അങ്ങേയറ്റം നമ്മളെല്ലാവരെയും തന്നെ വിഷമിപ്പിക്കണം. കാരണം ഇങ്ങനെയുള്ള ഒരാളല്ല കേരളത്തിൻ്റെ ഒരു പൊതുബോധത്തിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അത് ഗ്രാമ്യഭാഷ പറയുന്നത് കൊണ്ടോ അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നോ പാർട്ടിയിൽ നിന്നോ ഉള്ള ആളായതുകൊണ്ടല്ല. ഞാൻ പറയുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരാൾ ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ചില മാന്യതകളുണ്ട്. നമ്മുടെ നിയമത്തിലോ നമ്മുടെ സദാചാര മര്യാദകളിലോ ഒരിക്കലും ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ആളിനെ നമുക്കങ്ങ് വിട്ടേക്കാം, അയാൾ ഇന്നതാണ്, അയാളെ നമുക്ക് മാറ്റാൻ എടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രത്യേക നീതിയും നിയമവും ഒന്നും എം മണിക്ക് വേണ്ടിയിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് എന്തോ, അദ്ദേഹം പറയരുതാത്തതെന്തോ അത്ര മാത്രമേ മണിക്കുമാകാൻ പാടുള്ളൂ. അല്ലാതെ ആ സമയത്തൊരു ഗ്രാമ്യ സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ആ ദ്വീപ സമൂഹത്തിലെ ആൾ ഒക്യുപ്പൈ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ദ്വീപിൽ നിന്ന് വരുന്ന ആളൊന്നും അല്ലല്ലോ. അദ്ദേഹം ഇവിടുത്തെ പൊതുസമൂഹത്തിൽ മറ്റുള്ള ആൾക്കാരോടൊപ്പം സഹകരിച്ച് കഴിയുന്നതാണ്. ഒരു പ്രത്യേക ഗോത്ര സ്വഭാവം ഒന്നും ഉണ്ടാകേണ്ടതില്ല. ആ രീതിയിലത്തേക്ക് നമ്മൾ അദ്ദേഹത്തിനൊരു ലെവറേജ് കൊടുക്കണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും CPM ഈ പറഞ്ഞതുപോലെ മണിയാശാനെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. അത് അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും പാർട്ടിക്ക് ഇത് മൂക്ക് കയറിട്ടാൽ പാർട്ടിക്ക് നല്ലത്, ഇല്ലെങ്കിൽ ജനങ്ങൾ പാർട്ടിയെ കൈയൊഴിയും. അതാണ് സംഭവിക്കുക. പൊതുവെ ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരു പരിധി കടന്നാൽ സഹിക്കുന്നതിനെല്ലാറ്റിനും ഒരു പരിധിയില്ലേ. ആ ക്ഷമയുടെ നെല്ലിപ്പലക കടന്നുപോയാൽ പിന്നെ ഇത് കൈയൊഴിയും. അതാണ് സംഭവിക്കുക. പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോവും, പാർട്ടി ഒറ്റപ്പെടും. എന്തായാലും മണിയാശാൻ വഴി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തുനിഞ്ഞിറങ്ങിയാൽ ഇത് ചെയ്തേ കൊണ്ടേ പോവുള്ളൂ എന്ന് പറയുന്നത് പോലെ മണിയാശാൻ പാർട്ടിയെ നശിപ്പിക്കാനാണ് മണിയാശാൻ്റെ ഉദ്ദേശമെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. അത്രയേ നമുക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.